നിങ്ങളുടെ പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വാനമ്പാടിയിലെ പത്മിനിയെ അവതരിപ്പിക്കുന്ന സുചിത്ര ടിക്ടോക്കിലെ ഒരു സജീവ സാന്നിധ്യമാണ്. നൃത്തവും കണ്ണുകളുമാണ് താരത്തിന്റെ വീഡിയോകളിലെ ഹൈലൈറ്റ്. സുചിത്രയുടെ ഹിറ്റായ ചില ടിക്ടോക്ക് വീഡിയോകളാണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത്. വാനമ്പാടി എന്ന സീരിയലിലെ പത്മിനി എന്ന ഒറ്റ കഥാപാത്രം കൊണ്ട് പ്രേക്ഷകരുടെ വെറുപ്പ് സമ്പാദിച്ച നടിയാണ് സുചിത്ര നായർ. സീരിയലിലെ വില്ലത്തിയായത് തന്നെയാണ് ഇതിൻ്റെ കാരണം. അത്ര തന്മയത്വത്തോടെയാണ് പപ്പി എന്ന നെഗറ്റീവ് കഥാപാത്രത്തെ സുചിത്ര അവതരിപ്പിക്കുന്നത്. സീരിയലിൽ ഒരു കുട്ടിയുടെ അമ്മയായി വേഷമിടുന്ന സുചിത്ര ടിക്ടോക്കിലെ താരമാണ്. താരത്തിന്റെ ടിക്ടോക്ക് വീഡിയോകളും ഡാൻസ് വീഡിയോകളും നിമിഷ നേരം കൊണ്ടാണ് ആരാധകർ ഏറ്റെടുക്കാറുള്ളത്. താരത്തിന്റെ പുതിയ ടിക്ടോക്ക് വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കീഴടക്കുന്നത്. മലയാളത്തിലെയും തമിഴിലെയും പാട്ടുകളുടെ ടിക്ടോക്കാണ് സുചിത്ര ചെയ്തിരിക്കുന്നത്. റൗഡി ബേബിക്ക് ചുവടുവെച്ചുകൊണ്ടുള്ള സുചിത്രയുടെ വീഡിയോയും വൈറലായിരിക്കുകയാണ്. മികച്ച നർത്തകി കൂടിയായ സുചിത്ര തന്റെ നൃത്ത വീഡിയോ ഈയിടെ പങ്കുവച്ചിരുന്നു. പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെയും ചിത്രത്തിലെ ഡയലോഗുകളും തമിഴിലെ ഡയലോഗുകളും താരം ഡബ് സ്മാഷിൽ പറയുന്നുണ്ട്. വാനമ്പാടിയിലെ സഹതാരങ്ങളും സുചിത്രയുടെ ഡബ് സ്മാഷ് വീഡിയോകളിൽ സ്ഥിരം സാന്നിധ്യമാണ്. ഹിറ്റായ ചില ടിക്ടോക്ക് വീഡിയോകൾ കാണാം. ഇങ്ങനെ വാശി പിടിച്ചാലോ? എന്താ ഓളെ കണ്ണ്, അല്ലെങ്കിൽ പെൺകുട്ടികൾ കണ്ണെഴുതുമ്പോൾ അത് കാണാനൊരു പ്രത്യേക മൊഞ്ചാണ്. ആ കണ്ണുകളിൽ നോക്കി അറിയാം ഓളെ കൽബിൽ എന്താന്ന്. നമ്മൾ ആൺകുട്ടി நான் யாருன்னு தெரிஞ்சா நீ மிரண்டிடுவேன். எங்க அப்பா யாருன்னு தெரிஞ்சா நீ அப்படியே ஷாக் ஆயிடுவேன். என்னது நான் சொல்ல வேண்டியதெல்லாம் இவ சொல்லிட்டு இருக்கா? எங்க அப்பா 1997லயே 3 அம்பாசிடர் கார் வச்சிருந்தாரு. அப்படியா? അയ്യോ, നിന്നെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട്. എന്താ അത്രയ്ക്ക് ഇഷ്ടം തോന്നാൻ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. നിന്റെ ഉണ്ട കണ്ണ് കണ്ടിട്ടാണ്. മോള് ദേ നിൽക്കുന്നു. എന്താ പേര്? അശ്വതി. അശ്വതി, ഹൈ, അസലായിരിക്കുന്നു. ഇത് സ്വർണ്ണ? എന്റെ അടുത്തുണ്ട് ഒരുപാട് വളയും മാലയൊക്കെ. പക്ഷെ എല്ലാം ഇതുപോലെ മുക്കാ. സ്വർണ്ണമൊക്കെ വാങ്ങാൻ ഒരുപാട്. நீங்கள் யாருடைய மனைவியோ அவர் எனக்கும் கணவர். இருக்கட்டும். ஆனால் எனக்கு தெரிந்த வரையிலும் மனைவி இருக்கும் போது கணவன் இன்னொரு பெண்ணை கூட்டி வந்தால் அவளை காதல் கிழத்தி என்று கூறுவார்கள்.